Hello, beautiful people. Welcome back to my YouTube channel. This is me, Farida. സോ അപ്പൊ സമയം ഏറെക്കുറെ 6 മണി ആവാറായിട്ടുണ്ട്. ഞാൻ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത്, നല്ല ഡ്രസ്സൊന്നല്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ഇടുന്ന ഡ്രസ്സാട്ടോ, ഒരു ടീഷർട്ട് എടുത്തിട്ടു അത്ര തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നുണ്ട്. എന്തിനാണ് എന്ന് ഞാൻ പറയാം. അതായത് ഇത്രയും നേരം ഞാൻ കിടന്ന് ഉച്ചയ്ക്ക് ഉറങ്ങായിരുന്നു. നോർമലി അവധിയുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ അത്രയും ബിസി അല്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയുറക്കം ഒരു പതിവാണ്, കുഞ്ഞിലെ മുതൽ തുടങ്ങിയതാട്ടോ. അപ്പൊ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോ നല്ല വിശപ്പ്. അപ്പോ ഐ തോട്ട് ഓഫ് എന്തെങ്കിലും തിന്നാം, ഐ തോട്ട് ഓഫ് ഈറ്റിംഗ് സംതിങ്. പക്ഷെ എന്ത് തിന്നും എന്ന് കൺഫ്യൂഷൻ. അതുമല്ല, അകത്ത് കയറി നോക്കിയപ്പോ ചോറ്, കറി, പച്ചക്കറികൾ അങ്ങനെയല്ലാണ്ട് വേറെ ഒന്നും കിച്ചണിൽ ഇപ്പോ ഇല്ല. അപ്പൊ എനിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നി. നേരെ അപ്പുറ കിടക്കണ കെട്ടിയോനെ വിളിച്ച് എണീപ്പിച്ചു. ബാ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞു. അപ്പൊ ഇക്കാക്ക നോ ഫുഡ് ഫ്രം ഔട്ട്സൈഡ് റെസ്റ്റോറൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് എന്നെ റെസ്ട്രിക്ട് ചെയ്തു. ഇതിന് മെയിൻ കാരണക്കാരി എന്റെ ഉമ്മച്ചിയാണ്. ആള് കാരണം എന്നെ റെസ്ട്രിക്ട് ചെയ്തു. അപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ കുറെ നേരത്തെ ഡിസ്കഷൻസിനൊക്കെ ശേഷം കിട്ടിയൊരു ഐഡിയ ആയിരുന്നു പാസ്ത ഉണ്ടാക്കാമെന്ന്. സോ പാസ്ത ഉണ്ടാക്കാൻ പോവാണ്. അതിനുള്ള ഒരു സാധനം പോലും ഇവിടെ ഇല്ല. അപ്പൊ എല്ലാ സാധനവും നമുക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ആൽഫ്രെഡോ ചിക്കൻ പാസ്തയാണ്. ചിക്കൻ മാത്രം അകത്തിരിപ്പുണ്ട് കേട്ടോ, വേറെ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് നമ്മൾ ആൽഫ്രെഡോ ചിക്കൻ പാസ്ത ഉണ്ടാക്കും. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്ന്. ഓക്കെ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ ഇന്നത്തെ പാസ്തയുടെ കഥ ഇവിടെ തുടങ്ങുകയാണ്. സോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. നേരെ പോയി തൊട്ടടുത്തുള്ള മൂലൻസിന്ന് വേണ്ട കൈ കിട്ടിയ സാധനങ്ങളൊക്കെ പറക്കി എടുത്തു. ചിക്കൻ ഓൾറെഡി ഉള്ളത് കൊണ്ട് അത് വാങ്ങിക്കേണ്ടി വന്നില്ല. ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ദെൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അങ്ങനെ ചിക്കനൊക്കെ ക്ലീൻ ആക്കി പിന്നെ ഷടപടാന്ന് ഓരോ സാധനങ്ങളായിട്ട് അങ്ങ് സെറ്റപ്പ് ചെയ്തു. ഞാൻ കുക്കിങ്ങിൽ അത്ര എക്സ്പേർട്ട് അല്ലാത്തതും കൊണ്ട് മിസ്റ്റർ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പുള്ളിയും ഒരു ഏപ്രൺ ഒക്കെ കെട്ടി അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു അംഗമായിരുന്നു അടുക്കളയിൽ കിടന്ന്. ഒരാൾ ഉപ്പിടും, ഒരാൾ മുളക് പൊടി ഇടും, അപ്പൊ പറയും അത് ഇടരുത്. ഫുള്ള് സീനായിരുന്നു. അവസാനം എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് പാസ്ത വെന്ത് കിട്ടി. അപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഞങ്ങളിട്ട ആ പാത്രത്തിൽ അത്രയും പാസ്ത വേവില്ല എന്നുള്ളത്. അത് മിസ്റ്റർ ഹസ്ബൻഡ് ആട്ടോ ചൂസ് ചെയ്തത് പാത്രം. പിന്നെ ഞങ്ങൾ വലിയൊരു നോൺ സ്റ്റിക്കിന്റെ ബിരിയാണി പോട്ടിലേക്കൊക്കെ സാധനമൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പിന്നെ ഏറെക്കുറെ ഒറ്റയടിക്ക് തന്നെ സെറ്റാക്കി എടുത്തു കേട്ടോ സാധനങ്ങള്. നല്ല ചീസൊക്കെ ഇട്ട് നല്ല ക്രീമി ടെക്സ്ചറിൽ അടിപൊളി പാസ്ത റെഡിയായി കിട്ടി. പിന്നെ സമയം കളയാണ്ട് നല്ല ചൂടോടെ തന്നെ രണ്ടുപേരും സിനിമയൊക്കെ കണ്ടിരുന്ന് അത് കഴിച്ചു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയണല്ല, ദ പാസ്ത വാസ് സോ ഗുഡ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയ പാസ്തേന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ എനിക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കലാണ് ഞങ്ങൾ ഓർത്തത് ഉമ്മച്ചി എയർപോർട്ടിൽ എത്താറായിന്ന്. ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി ഉമ്മച്ചി രാജസ്ഥാൻ പോയേക്കായിരുന്നു എന്ന്. അപ്പൊ ഉമ്മച്ചിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് എയർപോർട്ടിൽ പോകണം. ഉമ്മച്ചിയാണെങ്കിൽ 9 മണിക്ക് ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ എത്തും കേട്ടോ എന്നൊക്കെ. എവിടെ 10-11 മണിയായപ്പോഴാണ് ആളെത്തുന്നത്. പിന്നെ ദേ ആളെ പോയി പിക്കൊക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി വീഡിയോ എടുക്കണം എന്നുണ്ട്, പക്ഷേ സാഹചര്യം സമ്മതിക്കൂല. അവിടെ മുഴുവൻ പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ അവിടെ ഒന്ന് കിടന്നുറങ്ങണം എന്നുണ്ടെങ്കിൽ ഫുള്ള് ക്ലീൻ ആക്കിയാലേ പറ്റത്തുള്ളൂ. സോ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.